ഇന്നത്തെ ചിന്തയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ആർ വി റെഡി ഫോർ ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിനായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ്റെ സാന്നിധ്യത്തിനായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. പലപ്പോഴും നാം അറിഞ്ഞും അറിയാതെയും അത് പ്രയോഗിക്കുന്നതാണ്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. യേശു തന്നെ പറഞ്ഞ വാക്യമാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് പറയും 2-3 പേർ കൂടി വരുമ്പോൾ അവൻ്റെ സാന്നിധ്യമുണ്ട്, ഈ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം, ഈ സാന്നിധ്യം നമ്മൾ ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ സ്തോത്രം നമ്മളെപ്പോഴും പറയുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വിടുന്നിടത്ത് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ചോദ്യം ഇതാണ്, അവൻ ആരാണ്? ഈ വലിയ സാന്നിധ്യം നമുക്ക് വേണ്ടി സ്തോത്രം അവൈലബിൾ ആക്കുന്ന ആ വലിയവനായ ദൈവം ആരാണ്? അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആർ വി റെഡി ഫോർ ഹിസ് പ്രസൻസ്? നമ്മൾ പലപ്പോഴും അവൻ്റെ പ്രോമിസാണല്ലോ, അതുകൊണ്ട് അവനങ്ങ് വരുമെന്നാണ് നമ്മുടെ ചിന്ത. ബട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, അവൻ എല്ലായിടത്തും അങ്ങനെ ഇറങ്ങി വരുന്നവനല്ല. സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും ക്ലെയിം ചെയ്യുന്നതാണ്, യെസ് ഹി ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്, യെസ് ഹി സെഡ് ദാറ്റ്. ബട്ട് I mean, our God is a God who is holy and he won't simply, അവൻ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്തെന്നാ, നിങ്ങൾ മുത്തുകളെടുത്ത് പന്നിക്ക് എറിഞ്ഞു കൊടുക്കരുതല്ലോ. അപ്പോൾ when he want to avail himself here, he expects something. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അതിന് റെഡിയാണോ ഫോർ ഹിസ് പ്രസൻസ്? പലപ്പോഴും നമ്മൾ അവൻ്റെ നാമത്തിൽ കൂടി വന്നു, എന്നിട്ട് നമ്മൾ ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചു എന്ന് കരുതി നമ്മൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ വാസ്തവത്തിൽ ഡിഡ് വി റിസീവ് വാട്ട് ഗോഡ് ഇൻറ്റൻഡഡ് that we should receive? That is the question. We believe that we got something and we are happy with that and we are going back. But are we really receiving what actually God meant? That when his presence come, hallelujah. And I tell you, most of the time he is here because he promised. He promised that his presence is there, but many times we are not experiencing because we are not ready for his presence. Hallelujah. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ വളരെ വേഗത്തിൽ. ഹല്ലേലൂയ. നമുക്ക് വേദവാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് മണ്ണുകൊണ്ടുള്ള ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിൻ്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിൻ്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിൻ്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. എൻ്റെ യാഗപീഠത്തെങ്കിൽ നിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കിൽ പടികളാൽ കയറരുത്. സ്തോത്രം. മതി. അതിന് 24-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം. 24-ാമത്തെ വാക്യം. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. അടുത്തത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വരും. അവൻ്റെ നാമത്തിൻ്റെ സ്മരണ അവൻ സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നിടത്താണ് അവൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്.
സ്തോത്രം. അവൻ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, ഹല്ലേലൂയ, അവിടെ അവൻ്റെ സാന്നിധ്യമുണ്ടാകും. അപ്പോൾ അവൻ്റെ നാമത്തിൻ്റെ സ്മരണ, അവൻ്റെ നാമത്തിൻ്റെ ഓർമ്മ സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം നമുക്ക് ഒരുക്കാൻ കഴിയുകയാണെങ്കിൽ അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. സ്തോത്രം. അല്ലാതെ യേശു പറഞ്ഞു 2 or 3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ടെന്ന്. യേശു ആരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്? ആരായിരിക്കണം ആ ജനം, അല്ലെങ്കിൽ ആ സാന്നിധ്യം ഞാൻ വരുമ്പോൾ ആ ജനത്തിനുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് യേശു ആ വാഗ്ദാനം ചെയ്തത്. ഹല്ലേലൂയ. അത് സത്യമാണ്. നമ്മൾ 2 or 3 പേർ കൂടുന്നിടത്തൊക്കെയും അവൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതിന് കാരണങ്ങളുമുണ്ട്. യേശു അത് പറഞ്ഞപ്പോൾ ഈ ഇൻറ്റൻഡ് എ ബിറ്റ് മോർ ഡീപ്പ്. വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ലേറ്റർ. അപ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ സ്മരണ സ്ഥാപിക്കാൻ ഇച്ഛിക്കുന്ന ഇടത്ത്, ഏത് സ്ഥലത്തും. അപ്പോൾ അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. എന്താണ്? കല്ലുകൊണ്ട് ഇത് കെട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ആടുകളെ കെട്ടണം, മണ്ണ് കൊണ്ട് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, അവിടെ ഞാൻ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, ഞാൻ അത് ഇച്ഛിക്കുന്ന ഏതിടത്തും എൻ്റെ സാന്നിധ്യം ഇറങ്ങും, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുമ്പോൾ തന്നെ അവിടെ ഓൾട്ടർ, അതുപോലെ തന്നെ സാക്രിഫൈസ്, അതൊക്കെയാണ് അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ എൻ്റെ നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ JESUS എന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിർത്തുവാണ്. പലർക്കും അതാണ്, യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പെല്ലിങ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ, JESUS. എന്നാൽ ഈ ബൈബിളിൽ നാമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാമം എന്നുദ്ദേശിക്കുന്നിടത്ത് ചുരുക്കം അവൻ്റെ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. മാത്രവുമല്ല അവൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, എന്തുണ്ടായിരിക്കണം? അവൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം അവിടെ കാണണം. അവൻ്റെ പ്രസൻസ്, സാന്നിധ്യം അവിടെ ഉണ്ടാകണം. മാത്രവുമല്ല അവൻ്റെ അതോറിറ്റി അവിടെ ഉണ്ടാകണം. അപ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ ഇൻ ജീസസ് നെയിം എന്ന് പറയുമ്പോൾ ഗോഡ് എക്സ്പെക്റ്റ്, അല്ലെങ്കിൽ ബൈബിൾ എക്സ്പെക്റ്റ് ഹിസ് അതോറിറ്റി, ഹിസ് പ്രസൻസ് ആൻഡ് ഓൾസോ ഹിസ് ക്യാരക്ടർ ടു ബി ദേർ. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു തൻ്റെ സാന്നിധ്യം പറഞ്ഞപ്പോഴാണ്, ഇവിടെ 2 or 3 പേർ കൂടുന്നിടത്ത് മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് യേശു ആ സാന്നിധ്യം, ഞാൻ പറഞ്ഞല്ലോ, ഒരു പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഓൾട്ടർ സാക്രിഫൈസിനെ കുറിച്ച് പറയുന്നിടത്താണ് തൻ്റെ സാന്നിധ്യം കൊണ്ടുവരുന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചോ, തീർച്ചയായിട്ടും യേശു എൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാക്രിഫൈസ്, അല്ലെങ്കിൽ അവിടെ ഒരു യാഗപീഠം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അവൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുവാൻ അവൻ ഇഷ്ടമായത്. യേശു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, He himself is the altar. He himself is the sacrifice. അവൻ അവിടെ വരുന്നത് ജീസസ് എന്ന് പേരുള്ളൊരു മനുഷ്യൻ വരുന്നതായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുവാൻ തക്കതായ ക്യാരക്ടർ, അതോറിറ്റി, ഹല്ലേലൂയ, ആൻഡ് ദ പ്രസൻസ് ഈസ് ദേർ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. യേശു ക്രിസ്തു, ഹി ഹിംസെൽഫ് ഈസ് ദ, ഹല്ലേലൂയ, അല്ലേ, അവൻ യാഗപീഠം, അവൻ തന്നെയാണ് യാഗപീഠം, അവൻ തന്നെയാണ് സാക്രിഫൈസ്, അല്ലേ, അവൻ നമുക്ക് വേണ്ടി യാഗമായി. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവം തൻ്റെ നാമത്തിൻ്റെ സ്മരണ ഓർക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു സ്ഥലമായിട്ട് ആ സ്ഥലം മാറുകയാണ്. ഹല്ലേലൂയ. യാഗവും യാഗപീഠവും ഇരിക്കുമ്പോൾ അവിടെ അവൻ്റെ നാമത്തിൻ്റെ സ്മരണ അവൻ ഇറക്കുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് ഹിസ് പ്രസൻസ് ഈസ് ദേർ. ഹല്ലേലൂയ. ആൻഡ് വി വിൽ എക്സ്പീരിയൻസ് ദാറ്റ്. വി ഷുഡ് എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. നമ്മളത് അനുഭവിക്കണം, നമ്മളത് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതാണ് ഇന്ന് കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. ആർ വി റെഡി ഫോർ ദാറ്റ്? ഹല്ലേലൂയ. നമുക്ക്
തിരിച്ചു നോക്കാം. എവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്? മൗണ്ട് സിനായ്, അവിടെ വെച്ചാണ് ദൈവം തൻ്റെ മക്കൾക്ക് എന്തു കൊടുത്തു? കൽപ്പനകൾ കൊടുത്തു. അവിടുത്തെ സിറ്റുവേഷൻ, അവൻ്റെ സാന്നിധ്യവും അവിടുത്തെ പ്രിപ്പറേഷനും അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. മുഴുവൻ വാക്യങ്ങളും നമുക്ക് വായിക്കുവാൻ സമയമില്ല എങ്കിലും നമുക്കൊന്ന് പെട്ടെന്ന് ചില ഭാഗങ്ങൾ മാത്രം ഹല്ലേലൂയ അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ജനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഗ്രഹിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ വായിച്ച വാക്യത്തിൻ്റെ 22, എക്സോഡസ് 20-ന്റെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. സോ ബേസ്ഡ് ഓൺ എൻ്റെ സാന്നിധ്യം ഞാൻ ഇറങ്ങുവാൻ, ഹല്ലേലൂയ ഞാൻ അത് ഇറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബേസിസ് ഓഫ് വാട്ട് യു ഹാവ് ഹേർഡ് ആൻഡ് വാട്ട് യു ഹാവ് സീൻ. നിങ്ങൾ എന്താണ് കണ്ടത്, നിങ്ങൾ എന്താണ് കേട്ടത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 22-ാം വാക്യം പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം. നീ കണ്ട ദൈവത്തെ നീ ഒന്ന് ദർശിക്കണം, നീ മനസ്സിൽ കാണണം. എന്നിട്ട് വേണം നീ അവൻ്റെ സാന്നിധ്യം ക്ലെയിം ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. അവിടെ ആ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആരാ ദൈവജനം? 19-ാം അധ്യായം, എക്സോഡസ് 19 വേഴ്സസ് ഫ്രം 4 to 6 വായിച്ചാട്ട്. ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ഈ ആരോടാണ് ദൈവം സംസാരിക്കുന്നത്? ദൈവം സംസാരിക്കുന്ന ജനം, ആ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ആർക്കും രണ്ടുപേരും രണ്ട് നാമത്തിൽ കൂടി വന്നാൽ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. അവിടെ എന്തുണ്ടായത്? അവിടെ പറയുന്നു, ഞാൻ മിസ്രയീമിൽ വെച്ച് ചെയ്തത് നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് എൻ്റെ അടുക്കൽ നിങ്ങൾ വരുത്തിയത് നിങ്ങൾ കണ്ടല്ലോ. You should always remember what I have done to you. നമ്മൾ അവൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എങ്ങനെയുള്ളവരായിരുന്നു, എന്നെ ഇവിടെ എത്തിച്ചത് ആരാ, എങ്ങനെ ഞാനിവിടെ വന്നേന്നുള്ള ആ ചിന്തയോടും ബോധ്യത്തോടും കൂടി ആയിരിക്കണം ഞാൻ അവൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുവാനായിട്ട്. നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ എന്താ ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും. എന്നാൽ നിങ്ങളെ എന്ത് ചെയ്തു? ഒരു കഴുകൻ്റെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് നിങ്ങളെ ക്യാരി ചെയ്ത് ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യണം, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. You are special possession for me. സകല ജാതികളിലും വെച്ച് ഈ ലോകത്തിൽ ഞാൻ നിങ്ങളെ എനിക്ക് വേണ്ടി തനിതായി വേർതിരിച്ച ഒരു ജനമാണെന്ന് നീയെങ്കിലും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്നെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് നിന്നെ കൊണ്ടുവന്നത് നീ കണ്ടിരിക്കണം, നീ മനസ്സിലാക്കിയിരിക്കണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാനും നിങ്ങളും എപ്പോഴും ഉള്ളിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെയായിരുന്നു, ഞാൻ ആരായിരുന്നു, എന്നെ ഇവിടെ കൂട്ടി വരുത്തിയത് ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആയിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞാനും നിങ്ങളും കൂടി വരുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളെ വഹിച്ചു കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടല്ലോ. മറ്റു പലർക്കും ഇല്ലാത്ത പ്രിവിലേജ് നിനക്ക് തന്നത് നീ കണ്ടല്ലോ. ഈ ലോകത്തില് മറ്റാരേക്കാൾ അധികമായി ഞാൻ നിന്നെ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തെന്ന് നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. വായിച്ചാട്ടെ. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാണ്. നിങ്ങൾ എനിക്ക് ഒരു രാജകീയ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്, പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമായിരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരു ജനത്തെ ഈ സകല ജനത്തിൽ നിന്നും വാർത്തെടുത്ത് കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. മിസ്രയീമ്യരോടൊക്കെ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതാ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? നിങ്ങൾ പുരോഹിത രാജ്യത്വവും അതുപോലെ തന്നെ വിശുദ്ധ ജനവും ആകേണ്ടതിന് വേണ്ടി. ഞാൻ പറയുന്നത് മുഴുവനും അനുസരിക്കുന്ന, ഞാൻ പറയുന്നത് മുഴുവനും ഹല്ലേലൂയ കേൾക്കുന്ന, ഒബേ ചെയ്യുന്ന ഒരു ജനമായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. അതാണ് ജനം. To the people whom God speaks to.
എന്നോടും നിങ്ങളോടും ദൈവത്തിന് അതാണ് സംസാരിക്കാനുള്ളത്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ 10 ബാധകൾ വരുത്തിയിട്ട് അവരെ കൂട്ടി വരുത്തിയെങ്കിൽ സ്വന്തം ഓമന പുത്രനെ യാഗമാക്കിയിട്ട എന്നെയും നിങ്ങളെയും ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വി ആർ മോർ അവെയർ ഓഫ് ദ സിറ്റുവേഷൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും കൂടുതൽ മനസ്സിലാക്കണം, ഞാൻ ആരാണ്, ഞാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആയിരിക്കണം ഞാനും നിങ്ങളും അവൻ്റെ മുന്നിൽ വരേണ്ടത്. അങ്ങനെയുള്ള ജനത്തിനു വേണ്ടിയാ അവൻ്റെ സാന്നിധ്യം, അവൻ്റെ നാമത്തിൻ്റെ അനുസ്മരണ ഇറക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെ മുന്നിലും അവൻ ഇറക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെക്കുറിച്ചൊരു നല്ല ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്, നമുക്കുണ്ടാകണം. രണ്ടാമത്, ആരാണ് ഈ സംസാരിക്കുന്ന ദൈവം? ഞാൻ പറഞ്ഞല്ലോ എല്ലാ വാക്യവും വായിക്കുന്നില്ല, എന്നാൽ ഒരു ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വായിച്ചോട്ടെ. 19 തന്നെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുകെ സീനായ് പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർ തീർക്കണം. സ്തോത്രം. നീ നല്ല ഒരുക്കത്തോടു കൂടെ കടന്നു വരണം. നിന്റെ വസ്ത്രം പോലും അലക്കി വൃത്തിയാക്കി നീ കടന്നു വരണം. മാത്രവുമല്ല, നീ മനസ്സിലാക്കണം, ഞാൻ ഇറങ്ങാൻ പോകുന്ന ആ പർവ്വതത്തെക്കുറിച്ച് നീ ഒരു ചെറിയൊരു ഗ്രാഹ്യം നിനക്കുണ്ടാകണം. എന്താണത്? ഈ പർവ്വതത്തിൽ ജനം പർവ്വതം കയറാതെയും ആരും അത് കയറരുത്, അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നീ അവർക്കായി ചുറ്റും അതിർ തീർക്കണം. ഒരു അതിർ തീർക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യമാ, അങ്ങനത്തെ ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം ഇന്ന് സാഹചര്യങ്ങളെ മാറ്റി നമുക്ക് വലിയ അവൻ്റെ ആ സ്തോത്രം എന്താ നല്ല സ്വീകാരം തന്നിരിക്കുകയാണ് അല്ലേ? യാഗപീഠത്തോളം നമുക്ക് വരാം. സ്തോത്രം അല്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം, നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ പാടുന്നത് അവൻ മാറാത്തവൻ, അവൻ ഇന്നും ഇന്നും എന്നും അനന്യൻ എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, തൻ്റെ ജനത്തിൻ്റെ കാഴ്ചപ്പാടും മാറാത്തതാ. അതുപോലെ തന്നെ ദൈവം ആരാണെന്നുള്ളതും അവൻ മാറാത്തതാ. അവൻ ഹല്ലേലൂയ അന്നൊരു ദൈവം, പഴയ നിയമത്തിൽ ഒരു ദൈവം, മോശയുടെ കാലത്തൊരു ദൈവം, ഇന്ന് യേശുവിൻ്റെ കാലത്ത് വേറെ ദൈവം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. മുത്തൻ തെറ്റാ. അവൻ മാറാത്തവൻ എന്ന് പറയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അന്നും ഇന്നും ഒരേ തീഷ്ണതയുള്ള ദൈവമാ. ഹല്ലേലൂയ. അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മേലെ തീഷ്ണത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മേലെ ആ തീഷ്ണതയുള്ള ദൈവമാ. അവൻ മാറിയിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് അവൻ പറയുകയാണ്, ആ പർവ്വതം അത്രയും നിങ്ങൾ മനസ്സിലാക്കണം എന്നെക്കുറിച്ച്, എന്നെയല്ല ദൈവത്തെക്കുറിച്ച്. ഞാൻ ആ പർവ്വതത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. ആ പർവ്വതത്തിൽ തൊടുന്നവൻ മരിക്കണം. ഹല്ലേലൂയ. തൊടുന്നവൻ മരിക്കണം. എൻ്റെ വിശുദ്ധിയും നിങ്ങളായിരിക്കുന്ന അവസ്ഥയും നിങ്ങൾ നല്ലപോലെ അറിയണം. ഇനി തൊടുന്നവൻ മരിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ മരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്യം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. ആ പർവ്വതത്തെ തൊട്ടവനെ തൊട്ടാൽ അവൻ മരിക്കണം. മനസ്സിലാവുന്നുണ്ടോ അവർ പറയുന്നത്? ദൈവം ഇറങ്ങുന്ന പർവ്വതത്തെ ആരെങ്കിലും തൊട്ടാൽ മരിക്കണം. അവനെ തൊട്ടവനും കൂടെ എന്ത് ചെയ്യണം? മരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൈ തൊടാതെ കല്ലെറിഞ്ഞു വേണം അവനെ കൊല്ലുവാനായിട്ട്. അത്രയും തീഷ്ണതയുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം. പഴയ നിയമത്തിലെ ദൈവം തന്നെയാ പുതിയ നിയമത്തിലെ ദൈവം, കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ സംസാരിക്കുന്ന ജനം ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേൽ ജനം എന്താ പറഞ്ഞത്? അതിൻ്റെ 20-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് ജനം കണ്ടപ്പോൾ ജനം ദൈവത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ പറയുകയാണ്, എന്താ പറഞ്ഞതാ? ജനം
ഒക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹള ധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചും കൊണ്ട് ദൂരത്ത് നിന്നു എന്ന്. ഹല്ലേലൂയ. വിറച്ചും കൊണ്ട് ദൂരത്ത് നിന്നിട്ട് എന്താ പറഞ്ഞത്? വായിച്ചേ. അവർ മോശയോട്, ആ നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല, അത് അത്രയും എളുപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയുകയാണ് അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് അവർ പറഞ്ഞു. ഈ ദൈവത്തെയാ അവർ കണ്ടത്. അടുത്ത 2 വാക്യം കൂടെ. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനും അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നു. ദൈവം വന്നത് നമുക്ക് അവൻ ആരാണെന്ന് മനസ്സിലാകണം, അവനെക്കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് ഉണ്ടാകണം എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വരുത്താൻ വേണ്ടിയാ അവൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് അവൻ്റെ സാന്നിധ്യം. ഇത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വായിച്ച നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഞാൻ സംസാരിച്ചു, നിങ്ങൾ കേട്ടല്ലോ. ഇത് കഴിഞ്ഞ് 10 കൽപ്പനയോടും കൂടെ കൊടുത്തതിന് ശേഷമാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ കണ്ടു. ഞാൻ കൂട്ടിവരുത്തിയ ജനത്തെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും എങ്ങനെയാണ് അവരെ കൊണ്ടുവന്നതും എന്ന് നിങ്ങൾ കണ്ടു. ഇനി ഞാൻ എൻ്റെ സാന്നിധ്യം ഇറക്കാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ നാമത്തെ നിങ്ങളുടെ മധ്യത്തിൽ ഇറക്കുവാൻ, അതായത് എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കാൻ ഇച്ഛിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. എന്താണ്? നമുക്ക് ആ വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അവിടെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. ആദ്യമായിട്ട് പറഞ്ഞത് അതാണ്. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഒരു പ്യുവർ ഡിവോഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ദൈവത്തെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളോട് സംസാരിച്ച ദൈവത്തെ നിങ്ങൾ കണ്ടല്ലോ. ഈ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു പ്യുവർ ഡിവോഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെ നിങ്ങൾ മറ്റുള്ള പേഗൻസ് എല്ലാം കൊണ്ടുവരുന്നത് പോലെ അവിടെ മറ്റുള്ള ബിംബങ്ങളൊന്നും പാടില്ല. മാത്രവുമല്ല, പൊന്ന് വെള്ളി. എന്തിനാ പൊന്ന് വെള്ളി അവിടെ വെച്ചതാ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജനം കണ്ട വലുതെന്ന് പറയുന്നത് പൊന്ന് വെള്ളിയാണ്. അതുകൊണ്ട് പറയാ, പൊന്ന് വെള്ളി എന്നുള്ളതൊന്നും കൊണ്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വലുതാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്ക് ആവശ്യം എന്താണ്? പ്യുവർ ഡിവോഷൻ. ആമേൻ. ഹല്ലേലൂയ. എന്നെ നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇറങ്ങി വന്നത് നിങ്ങൾ കണ്ടല്ലോ. സ്തോത്രം. ആ ദൈവം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഞാൻ ആരാണെന്നുള്ള ചിന്തയോടുകൂടെ മാത്രം നിങ്ങൾ വന്നാൽ മതി. പ്യുവർ ഡിവോഷൻ. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ എൻ്റെ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണമെന്ന് പറയുന്നത് ഒരു പ്യുവർ ഡിവോഷൻ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കണേ, നിങ്ങൾ ദേവന്മാരെയോ നിങ്ങൾ വെള്ളി കൊണ്ടുള്ള എൻ്റെ സന്നിധിയിൽ. നമ്മൾ ആരെങ്കിലും യേശുവിനെ ആരാധിക്കാൻ പോകുമ്പോൾ വേറെ ദൈവങ്ങളെയും കൂടെ കൊണ്ടുപോകും. പിന്നെ എന്തിനാ ദൈവം പറയുന്നത്? എൻ്റെ സന്നിധിയിൽ വേറെ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന്. എൻ്റെ സന്നിധിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മോട്ടീവ്സ് എന്താണെന്ന് കൂടെ ദൈവം ചോദിക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങളുടെ മോട്ടീവ്സ് എന്താണ്? ഈ ദൈവത്തോടുള്ള പ്യുവർ ഡിവോഷൻ. അവൻ ഭയങ്കരനാ, അവൻ്റെ അടുത്തുകൂടാൻ പറ്റാത്തവനാ, അവൻ്റെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയോടെയാണോ വരുന്നത്? അതോ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടും, ഇത് കിട്ടും, അപ്പുറത്തെ കിട്ടും എന്നുള്ള ചിന്തയോടെയാണോ ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾ പ്യുവർ ഡിവോഷൻ അല്ല. അതുകൊണ്ട് പറയുകയാ, നമ്മൾ ഞാൻ വേറെ ഐഡലൊന്നും പോക്കറ്റ് ഇട്ടിട്ടില്ലല്ലോ, എൻ്റെ കയ്യിലൂടെ കുരിശല്ലേ കിടക്കുന്നത്,
അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അല്ല, പ്യുവർ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ദൈവത്തെ ആരാണെന്നും അവനോടുള്ള ബഹുമാനത്തോടും കൂടെ ആയിരിക്കണം നീ ഇവിടെ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാമത്തെ അവിടെ സ്ഥിരപ്പെടുത്താൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ഞാൻ അത് ഇഷ്ടപ്പെടുമെന്ന് പറയുകയാണ് ദൈവം. അതുകൊണ്ട് പ്യുവർ ഡിവോഷനോടുകൂടെ അവൻ്റെ അടുക്കൽ കടന്നു വരണം. നമ്മൾ വിചാരിക്കും, ഞാൻ പലപ്പോഴും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഓ നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് നിനക്ക് അത് കിട്ടും ഇത് കിട്ടും. അപ്പോൾ നീ വരുന്നത് എന്തിനാ? നീ ദൈവത്തോടുള്ള ഡിവോഷൻ കൊണ്ടല്ല നീ വരുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് സകല ജനത്തിലും വെച്ച് നിങ്ങൾ എൻ്റെ പൊസഷനാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറം നിനക്ക് എന്താ വേണ്ടേ? വെള്ളിയോ പൊന്നോ? എന്താ വേണ്ടത്? ദൈവം പറയുന്നു, സകല ജനത്തിലും വെച്ച് നീ എൻ്റെ സ്പെഷ്യൽ പൊസഷനാണെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ളൊരു ദൈവമാ. ഹല്ലേലൂയ. അവൻ്റെ സമ്പത്തായിട്ട് എന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ വെള്ളിക്കും പൊന്നിനും പുറകെ ഓടേണ്ട കാര്യമില്ല. എൻ്റെ ആവശ്യങ്ങൾ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. എന്നാൽ ഞാനൊരു പ്രസംഗം കേട്ടു. പ്രസംഗത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കാറ് കിട്ടി എന്നുള്ളതായിരുന്നു. അരമണിക്കൂർ നേരത്തെ പ്രസംഗം. ഹല്ലേലൂയ. നമ്മൾ പ്യുവർ ഡിവോഷനോടുകൂടെ വേണം. എൻ്റെ സന്നിധിയിൽ പൊന്ന് വെള്ളിയൊന്നും പാടില്ല എന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരു പ്യുവർ ഡിവോഷനോടുകൂടെ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തത് വായിച്ചാട്ടെ, അതിൻ്റെ 25-ാമത്തെ വാക്യം. കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധം കൊണ്ട് അത് തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. നിന്റെ ആയുധം കൊണ്ട് നീ അതിന് തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. രണ്ടാമത് നീ കടന്നു വരുമ്പോൾ നീ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നുണ്ട്. ഹ്യൂമൻ പ്രൈഡ് ഈസ് നോട്ട് അലൗഡ്. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ സ്കില്ലോ നിന്റെ പ്രവൃത്തിയോ കൊണ്ടൊന്നും നീ എൻ്റെ അടുക്കൽ വരരുത്. ദൈവം പറയുകയാ, നീ എൻ്റെ അടുക്കൽ വരുന്നത് എൻ്റെ ഗ്രേസ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തന്നത്, എൻ്റെ കയ്യിൽ നിന്നും നിനക്ക് ഫ്രീ ആയിട്ടുള്ളത് മാത്രം ഹല്ലേലൂയ ചിന്തിച്ചു കൊണ്ടായിരിക്കണം നീ എൻ്റെ പാദപീഠത്തിൽ വരേണ്ടത്. അല്ലാണ്ട് നിന്റെ കയ്യിലുള്ള ടൂൾ എടുത്ത് അതിനെ ചെത്തി മിനുക്കിയിട്ട് നീ എൻ്റെ അടുക്കൽ വരരുത്. ഹല്ലേലൂയ. ആരാധനയ്ക്കെല്ലാം കടന്നു വരുന്ന ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കണം. പാസ്റ്റർ, ഞാൻ എന്നെ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, പാസ്റ്റർ ഒരുപാട് ജനത്തിന് വേണ്ടി ചിന്തിക്കുന്നതാണ്. സൺഡേ മെസ്സേജ് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അല്ലെ കേട്ടാൽ ഫോൺ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പാസ്റ്റർ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വരേണ്ടത്? അല്ല, സീറോ. ഞാനിവിടെ വരേണ്ടത് ഹല്ലേലൂയ എനിക്കൊന്നുമല്ല. ഞാനിവിടെ വരുന്നത് ആ ദൈവത്തിന് ഞാൻ ഫുൾ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നോ, ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ദാറ്റ് യു എക്സ്പെക്ട് ഗോഡ്. ഒന്ന്, ഹി നീഡ് പ്യുവർ ഡിവോഷൻ. രണ്ട്, ഹല്ലേലൂയ, ഹ്യൂമൻ എഫേർട്സ് ആർ നോട്ട് അലൗഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിൽസ് ആർ നോട്ട് അലൗഡ്. ഫുൾ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിൽ മാത്രം. അതുകൊണ്ട് എന്തുകൊണ്ട് ആർക്കും കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഴിവ് നോക്കണ്ട, ഞാൻ എൻ്റെ പൊസിഷൻ നോക്കണ്ട, എൻ്റെ പവർ നോക്കണ്ട. കാരണം ഞാൻ കടന്നിരിക്കുന്നത് വെറുതെ ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ടി കൊടുക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലായതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അത് നമ്മൾ മാറ്റി കളയരുത്. ചിലരുടെ വരവും പോക്കെല്ലാം കണ്ട ഭയങ്കരമാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അടുത്തിരിക്കുന്നു ഞാനും ഒന്നും അല്ലേ എന്ന ചിന്തയിൽ അടുത്തം വരുന്നു. നോ, ദൈവസന്നിധിയിൽ വരുമ്പോഴാ എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിച്ച് അധ്വാനിച്ചെന്നോ അല്ലെങ്കിൽ പരിപാടിഞ്ഞോ എന്നുള്ള അല്ല, മറിച്ച് എൻ്റെ ദൈവത്തിൽ നിന്ന് അവൻ തന്നതേ എനിക്കുള്ളൂ എന്ന് പറയുന്ന ജനമായിരിക്കണം അവൻ്റെ അടുക്കിലേക്ക് അടുത്തു വരേണ്ടത്. അങ്ങനെയുള്ളിടത്ത് എൻ്റെ സാന്നിധ്യം ഇറക്കാൻ, എൻ്റെ പേരിൻ്റെ മാഹാത്മ്യം ഇറക്കാൻ ഞാൻ ഇച്ഛിക്കും. അവിടെ ഞാൻ കടന്നു വരും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മൂന്നാമത്, ഹല്ലേലൂയ, 26-ാമത്തെ വാക്യം വായിച്ചോട്ടെ. എന്റെ യാഗപീഠത്തെങ്കിൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്. ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മറ്റൊന്നുമല്ല ദൈവമക്കളെ, സെൽഫ് ഡിസ്പ്ലേ. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോഴാ അതിനൊരു രീതിയുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു റെവറൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ നിന്നെ തന്നെ കാണിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. സ്തോത്രം.
അവിടെ എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയോ? അവിടെ ചവിട്ടുപടികൾ ഉണ്ടെങ്കിൽ നീ കയറുമ്പോൾ നിന്റെ ചില ബോഡി പാർട്സ് കാണാൻ സാധ്യതയുള്ളത് കൊണ്ട് നീ ആ ചവിട്ടുപടി ഉണ്ടാക്കരുതെന്ന്. അന്ന് അവരൊക്കെ ധരിക്കുന്നത് എങ്ങനത്തെയാ? ഫുൾ റോബാണേ, അല്ലേ? നീള വസ്ത്രങ്ങളാണ്. അപ്പോൾ ചവിട്ടുപടി കയറുമ്പോൾ കുറച്ച്, അല്ലേ, നമുക്കറിയാമല്ലോ, ചവിട്ടുപടി കയറുമ്പോൾ കുറച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണും. അത് അശുദ്ധമാക്കുമെന്ന്. ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്നത് പാട്ടും ഡാൻസും കൂത്തൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങളാ? ഹല്ലേലൂയ. അതൊരു ഷോ ആ. അവർ പറയുന്നത്, ഓ ജനത്തെ ആകർഷിക്കാൻ വേണ്ടി. നോ, നീ ഒന്നും ചെയ്യണ്ട കേട്ടോ. ജനത്തെ ആകർഷിക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ ദൈവത്തിന് അറിയാം. അവന് വേണ്ടത് ഒരു പ്യുവർ ഡിവോഷനാ. അവന് വേണ്ടത് ഹല്ലേലൂയ ഒരു ഫുൾ ഡിപ്പെൻഡൻസിയാ. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് റെവറൻസ് ആണ് അവന് വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കാര്യം പാട്ടാണ്, കാര്യം ഡാൻസ് ആണ്, അല്ലെങ്കിൽ ഒക്കെയാണ്, പക്ഷെ കാണിക്കുന്നത് സ്വന്തമാ. ഹല്ലേലൂയ. ദൈവം തൻ്റെ സാന്നിധ്യം ഇറക്കാൻ ആഗ്രഹിക്കുന്നു. 2 or 3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കളയരുത്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ചില നടക്കണം. നീ ആ ഓൾട്ടർ പണിയുമ്പോൾ, നീ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ എന്തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുവോ അത് നീ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടെ ആയിരിക്കണം നീ കടന്നു വരുവാൻ. നീ കണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു, നിങ്ങൾ കണ്ടല്ലോ. ആ ദൈവത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം. നിങ്ങളെ ഹല്ലേലൂയ ഒരു കഴുകന്റെ ചിറകിൽ വഹിച്ച് കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടല്ലോ. ആ ദൈവത്തെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് ആ ജനവും ഈ ദൈവവുമാണെന്നുള്ള ബന്ധത്തോടെ ആയിരിക്കണം കടന്നു വരേണ്ടത്. അങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും ഒരു പ്യുവർ ഡിവോഷൻ, എൻ്റെ ദൈവത്തെ മാത്രം. ഹല്ലേലൂയ, മറ്റൊരു അജണ്ടയില്ല. അവൻ എനിക്ക് ഹല്ലേലൂയ ചെയ്തതിന് ഞാൻ ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് സാക്രിഫൈസിൻ്റെ ആവശ്യമില്ല, മൃഗങ്ങളെയും പ്രാവുകളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേയോ ഇന്നോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവുമായിട്ട് നമ്മൾ കടന്നു വരും. വേറെ ഒന്നും വേണ്ട. ഹല്ലേലൂയ, വേറെ ഒന്നും വേണ്ട. സ്തോത്രം. നമുക്ക് അവൻ്റെ പാദപീഠത്തെങ്കിൽ നമുക്ക് ക്ലെയിം ഒരുക്കത്തോടെ കടന്നു വരാം. ഇത് പഴയ നിയമകാലത്തെ ജനങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല, മറിച്ച് നമുക്ക് ഇപ്പോഴും എപ്പോഴും നമുക്കുള്ളതാ. സ്തോത്രം. നമ്മൾ ആ പ്യുവർ ഡിവോഷനോടെ വരികയാണെങ്കിൽ, ഒരു ഫുൾ ഡിപ്പെൻഡൻസോടുകൂടെ കർത്താവ് ചെയ്യുന്നത്, കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് തന്നിട്ടേ ഉള്ളൂ എന്നുള്ള മനോഭാവത്തോടു കൂടെ ഞാനും നിങ്ങളും കടന്നു വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് റെവറൻസ്. ഞാൻ എന്നെ കാണിക്കാനല്ല, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ മഹത്വത്തിന് യോഗ്യനാണ്, അവന് തക്ക മഹത്വം ഞാൻ കൊടുക്കുമെന്നുള്ള ഒരു ഫുൾ കംപ്ലീറ്റ് റെവറൻസോടുകൂടെ ഞാനും നിങ്ങളും കടന്നു വരികയാണെങ്കിൽ അവൻ്റെ നാമത്തെ അവിടെ പ്രസിദ്ധപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ്റെ ഹല്ലേലൂയ ക്യാരക്ടർ അവിടെ വെളിപ്പെടുത്തും, അവൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തും, അവൻ്റെ ശക്തിയെ അവൻ അവിടെ വെളിപ്പെടുത്തും. ആമേൻ, ഹല്ലേലൂയ. അതിന് സ്തോത്രം, സംശയമില്ല, തീർച്ചയായിട്ടും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളോട് ദൈവം, അല്ലെ, നമ്മൾ പാട്ടുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. മുള്ളുകളിൽ താഴ്വരയിൽ പനിനീർപ്പൂ പോ. അപ്പൊ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് നല്ല എന്താ പറയാ, നല്ല സുഖവും അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ദൈവത്തെ അവൻ്റെ സാന്നിധ്യം കിട്ടുമെന്നാണ്. അല്ല, നമുക്ക് കിട്ടുന്ന ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നുമില്ലാത്തിടത്തും വളരെ പ്രശ്നത്തിലൂടെ പോകുമ്പോഴും ഹല്ലേലൂയ നമുക്ക് ഒന്നുമില്ല, ഞാൻ വളരെ കഷ്ടത്തിലൂടെ, സങ്കടത്തിലൂടെ, രോഗത്തിലൂടെ, ഭയത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് ഹല്ലേലൂയ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പ്യുവർ ഡിവോഷനോടുകൂടെ, ഹല്ലേലൂയ, ആ സാന്നിധ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഹല്ലേലൂയ സെൽഫ്ലെസ് ആയിട്ട്, എൻ്റെ സ്വന്തം സ്കിൽസ് അല്ല, ഫുൾ ഡിപ്പെൻഡൻസോടുകൂടെ കടന്നു വരും. കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഒരു കംപ്ലീറ്റ് റെവറൻസ്, അവനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചുകൊണ്ട്, എൻ്റെ പേരല്ല, എൻ്റെ ബോഡിയല്ല, എൻ്റെ ദൈവത്തിന് മാത്രം ഉയർത്തിക്കൊണ്ട് കടന്നു വരുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ ഇറക്കും എവിടെ? മുള്ളുകളിൽ, താഴ്വരയിൽ, മുള്ളുകളിൽ
പനിനീർപ്പൂ പോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും ആമേൻ ഉയർച്ചയിലും താഴ്ചയിലും ഹല്ലേലൂയ മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി.